നമ്മുടെ ജീവിതം ക്രമേണ അതായത് തുടങ്ങുന്ന എങ്ങനെയാ? ശ്രവണത്തിൽ നിന്നാണ്. പിന്നെ നാമജപം കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ നാമം ജപിക്കേണ്ടവരാണ് നമ്മൾ. ഭഗവാനെ കുറിച്ച് കേട്ടൊരു ശ്രവണം, കീർത്തനം, എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാനെ നമ്മൾ മറക്കത്തില്ല. സ്മരണ എപ്പോഴും ഉണ്ടാവും. ഭഗവാനെ കുറിച്ച് പഠിക്കുക, സ്മരണ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പിന്നെന്താ, ഭഗവാന്റെ തൃപ്പാദ സേവ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കും. അന്നേരം പാദസേവനം എന്ന് കൂടുതൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുക എന്നാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ഭഗവത് സ്മരണ വരും, ഭഗവാനുമായിട്ടുള്ള അടുപ്പം കൂടും. അപ്പോൾ നമുക്ക് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തോന്നും. ഗീത ഉപദേശം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ തോന്നും. അങ്ങനെ നിർദ്ദേശങ്ങളെ പാലിച്ചിട്ട്, അതായത് ഭഗവാനെ കുറിച്ച് കേട്ട് ഭഗവാന്റെ നാമം ജപിച്ച് സദാസമയം ഭഗവത് സ്മരണയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നിർദ്ദേശങ്ങളും പാലിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അർച്ചനം ചെയ്യാൻ പറ്റും. ഒരു പുഷ്പം സമർപ്പിക്കുകയും നിവേദിക്കുക, അതൊക്കെ ഭഗവാൻ സ്വീകരിക്കുന്ന അപ്പോഴാണ്. അല്ലാതെ നമ്മൾ ഒരു അമ്പലത്തിലെ പൂജാരി ആണെങ്കിൽ പോലും വേണ്ട രീതിയിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നില്ല, ജപിക്കുന്നില്ല, സ്മരണയില്ല, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന അർച്ചനങ്ങളെ, അർച്ചന എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്. ഭഗവാന്റെ വിഗ്രഹ അവതാരത്തിൽ, ഭഗവാന്റെ വിഗ്രഹം ഒരു അവതാരമാണ്. നമ്മളുടെ മുമ്പിൽ ഭഗവാൻ അവതരിക്കുകയാണ് വിഗ്രഹ രൂപത്തിൽ. അന്നേരം ഭഗവാന്റെ ആ വിഗ്രഹ അവതാരത്തിൽ നമ്മൾ സമർപ്പിക്കുന്നതൊക്കെ ഭഗവാൻ സ്വീകരിക്കണമെന്നില്ല. അന്നേരം ആദ്യത്തെ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാ ശ്രവണം, കീർത്തനം, സ്മരണ, പാദസേവനം. പാദസേവനം എന്ന് പറയുമ്പോൾ നിർദ്ദേശങ്ങളെ പാലിക്കുക. ഇത് കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാൻ അർച്ചനം സ്വീകരിക്കൂ. അർച്ചനം ചെയ്യാതെ വന്ദനവും സ്വീകരിക്കത്തില്ല ഭഗവാൻ. അങ്ങനെ ഇത് നമ്മൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ആ ഒരു ദാസ്യഭാവം വരും. നമ്മൾ ഭഗവാന്റെ ഒരു ദാസനാണെന്നുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ വരും. അല്ലെങ്കിൽ നമ്മൾ ബോസാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കും. ശ്രവണം ഇല്ല, കീർത്തനമില്ല, സ്മരണയില്ല, പാദസേവനമില്ല, അർച്ചനയില്ല, വന്ദനമില്ല എങ്കിൽ ദാസ്യഭാവം വരത്തില്ല. നമുക്ക് തോന്നി ഈ ലോകം മുഴുവൻ നമ്മുടേതാണ്, നമ്മളാണ് ഇതിന്റെ എല്ലാം, ഞാനാണ് ഇതിന്റെ എല്ലാ അധികാരി, എല്ലാത്തിന്റെയും മേധാവി, അല്ലേ, എല്ലാം എൻ്റെ കീഴിലാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ദാസ്യഭാവത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാന് പിന്നെ നമ്മളെ വലിയ ഇഷ്ടമായി തുടങ്ങും. പിന്നെ ഭഗവാനുമായിട്ട് ഒരു സൗഹൃദ ബന്ധത്തിലേക്ക്, സാഖ്യം, ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഒരുപാട് ഭഗവാന് വേണ്ടി ചെയ്യാനുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കും. സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരെ ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അന്നേരം നന്നായി ജപിക്കാതെ, നന്നായി ഭഗവാനെ കുറിച്ച് കേൾക്കാതെ, ഭഗവാനെ കുറിച്ചുള്ള സ്മരണയില്ല എങ്കിൽ, പിന്നെ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എങ്കിൽ, ഭഗവാന് വേണ്ടി സമർപ്പണങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നില്ല എങ്കിൽ നമുക്കൊരിക്കലും പ്രചരണം ചെയ്യാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞ ആത്മനിവേദനം. എന്താണ്? സർവസ്വവും ഭഗവാന് വേണ്ടി സമർപ്പിക്കും. ഇനി നമ്മുടേതായിട്ടുള്ള രീതിയിലൊന്നുമില്ല. പരിപൂർണമായിട്ടും എല്ലാം, സ്വന്തം കാര്യത്തിന് വേണ്ടി ഒന്നും മാറ്റി വെക്കുന്നില്ല. സർവസ്വം ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന ഒരവസ്ഥ. നമ്മൾ സർവസ്വവും ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടി ഭഗവാനെ തന്നെ നൽകും. നമ്മൾ ഭഗവാന് വേണ്ടി സർവസ്വം സമർപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മാറ്റിവെക്കുന്നത് അതേപോലെ ഭഗവാനും ഭാഗികമായിട്ട് മാറി നിൽക്കും. നമ്മുടെ സർവസ്വവും ഭഗവാന് വേണ്ടി കൊടുക്കുമ്പോൾ ഭഗവാൻ പരിപൂർണമായിട്ടും നമുക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും.